നിങ്ങളും നിങ്ങളുടെ ഭാര്യയും പിന്നെ മകളും മകളുടെ കൊച്ചുമോനും ചേർന്ന് നിങ്ങൾ അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് യാത്ര നടത്തിയപ്പോ അവിടെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ നിങ്ങളുടെ മുഖത്ത് കൈ ചൂണ്ടിയത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ചോദിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്, എവിടെ ഞങ്ങളുടെ പെൻഷൻ, എവിടെയാണ് ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം, എവിടെയാണ് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയുടെ സുരക്ഷിതത്വമുള്ളത്, എവിടെയാണ് ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കുന്നത്? ഈ ചോദ്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിൽ ആബാലവൃദ്ധം വരുന്ന സമൂഹം ചോദിക്കുന്ന ചോദ്യം. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേദികൾ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഒരു യുദ്ധത്തിനെന്ന പോലെ തന്നെ എല്ലാ മുന്നണികളും പ്രചരണ രംഗത്ത് അവരവരുടെ വോട്ടുകൾ ഉറപ്പിക്കുവാൻ വേണ്ടി ഓടി നടക്കുന്നു. ഇത്തരുണത്തിലാണ് ആലപ്പുഴയിൽ ത്രികോണ മത്സരം നടക്കുന്ന, ശക്തിയായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പ്രചരണത്തിന് വേണ്ടി എത്തുന്നു എന്ന് പറയുമ്പോൾ ആലപ്പുഴയിലേക്കാണ് ഇപ്പോൾ സകലരും നോക്കി നിൽക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ബി.ജെ.പിയുടെ ശക്തയായ സ്ഥാനാർത്ഥി, ഗർജിക്കുന്ന സിംഹിണി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രനാണ് ബി.ജെ.പിക്ക് വേണ്ടി ആലപ്പുഴയിൽ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആലപ്പുഴയുടെ സിറ്റിംഗ് എം പിയായ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു LDF കാരനായ ആരിഫ് തന്നെയാണ് ആലപ്പുഴയിൽ CPM-ന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. AICCയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ KC വേണുഗോപാലാണ് UDF-ന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം കൊണ്ട് ആലപ്പുഴ ഇപ്പോൾ ബി.ജെ.പിയുടെ A ക്ലാസ് മണ്ഡലമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിശേഷങ്ങൾ. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് തന്നെ ബി.ജെ.പി ആലപ്പുഴയിൽ അവരുടെ വോട്ടിംഗ് ശതമാനം ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതും ഇതിനൊരു കാരണം തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,87,200 ശിഷ്ടം വോട്ടുകളാണ് ബി.ജെ.പിക്ക് ആലപ്പുഴയിൽ സമാഹരിക്കാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ ആലപ്പുഴ കൃത്യമായി പ്രതീക്ഷയോടുകൂടി തന്നെ ബി.ജെ.പി സമീപിക്കുന്നു. ഇപ്പോൾ ആലപ്പുഴയിലെ പ്രചരണ പരിപാടികളെല്ലാം കേന്ദ്ര നേതൃത്വം തന്നെ നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നു. ആലപ്പുഴയുടെ ബൂത്ത് തല ചുമതലകളെല്ലാം ഇപ്പോൾ RSSന് കൈമാറിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശോഭാ സുരേന്ദ്രൻ എന്ന ശക്തയായ നേതാവ് മത്സരിക്കുന്നത് കൊണ്ട് മാത്രം ഇപ്പോൾ ബി.ജെ.പിയുടെ 5 A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് ഇപ്പോൾ ഒന്നുകൂടി ചേർക്കപ്പെടുന്നു. ആലപ്പുഴ കൂടി വന്നു ചേരുമ്പോൾ ബി.ജെ.പിക്ക് 6 A ക്ലാസ് മണ്ഡലങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷമായ വസ്തുത. ഇത് ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിന്റെ മികവ് കൊണ്ട് മാത്രമാണ് സംഭവിച്ചത് എന്നാണ് ആലപ്പുഴക്കാർ അടക്കമുള്ള ബി.ജെ.പിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരും ഇത് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ ബി.ജെ.പിക്ക് നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് ആലപ്പുഴക്കാരും മറ്റു രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുമ്പോൾ KC വേണുഗോപാലും ആരിഫും തെല്ലൊന്ന് വിയർക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഇപ്പോൾ ഈ വരുന്ന 20-ാം തീയതിക്ക് മുൻപായി കൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ ശോഭാ സുരേന്ദ്രന്റെ പ്രചരണ പരിപാടികൾക്കായി എത്തുന്നു. കൂടാതെ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും എത്തുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ബി.ജെ.പിയുടെ A ക്ലാസ് മണ്ഡലമായി പുതിയതായി ഉയർന്നു വന്ന ആലപ്പുഴ കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നു. ആലപ്പുഴ കൂടി പിടിക്കുവാൻ വേണ്ടി ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്നു. സാക്ഷാൽ നരേന്ദ്രമോദിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും ശോഭാ സുരേന്ദ്രൻ എന്ന കരുത്തുറ്റ സിംഹിണിക്ക് വേണ്ടി ആലപ്പുഴയിൽ പ്രചരണത്തിന് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ സ്വീകാര്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ആലപ്പുഴ നിവാസികളും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, മാവേലിക്കര, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് എന്നിവയായിരുന്നു ബി.ജെ.പിയുടെ A ക്ലാസ് മണ്ഡലങ്ങളായി പരിഗണിക്കപ്പെട്ടിരുന്നത്. ഇപ്പോൾ ആ പട്ടികയിലേക്ക് ആലപ്പുഴ കൂടി ചേർന്ന് വരുമ്പോൾ ബി.ജെ.പി പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന മണ്ഡലമായി ആലപ്പുഴ മാറുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട പുതിയ രാഷ്ട്രീയ വികാസമായി തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ നാരി ശക്തി സംഗമം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ, അതിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്ന അവസരത്തിൽ ശോഭാ സുരേന്ദ്രൻ വേദിയിൽ നടത്തിയ തീപ്പൊരി പ്രസംഗം ഇനിയും ജനങ്ങൾക്ക് മറക്കാറായിട്ടില്ല. കേരളത്തെ ഈ വിധം പടുകുഴിയിലേക്ക് ആഴ്ത്തുന്ന തരത്തിൽ കടക്കണിയിൽ മുക്കിയ പിണറായി വിജയന്റെ കെടുകാര്യസ്ഥയ്ക്കെതിരെയായി പിണറായി വിജയനും കുടുംബവും ഉല്ലാസ യാത്ര നടത്തി ഉലകം ചുറ്റി കേരളത്തെ കട്ടുമുടിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവണതയ്ക്കെതിരെയായി അന്ന് ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ വൻപിച്ച ജനാവലികളെ സാക്ഷി നിർത്തിക്കൊണ്ട് കിടിലൻ പ്രസംഗം നടത്തുകയുണ്ടായി.
പിണറായി വിജയന്റെ ഭാര്യയായ കമലാ വിജയനും ഉലകം ചുറ്റി ഉല്ലാസയാത്ര നടത്തേണ്ടത് കേരളത്തിലെ പാവപ്പെട്ടവൻ നികുതി കൊടുക്കുന്ന ഖജനാവിൽ നിന്ന് കൈയിട്ട് വാരിയിട്ടായിരിക്കരുത്, പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ടായിരിക്കരുത്, പാവപ്പെട്ടവന് റേഷൻ കൊടുക്കാൻ വച്ചിരിക്കുന്ന പണം എടുത്തിട്ടായിരിക്കരുത്. ഇത് തന്നെയാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ പിണറായി വിജയനെ വാരി അലക്കി കീറി പൊളിച്ചുകൊണ്ട് സംസാരിച്ചത്. ശോഭാ സുരേന്ദ്രൻ നാരി ശക്തി സംഗമത്തിൽ പിണറായി വിജയനെതിരെ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ ഇതോടൊപ്പം നമുക്കൊന്ന് കേൾക്കാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ ആ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാർ പോക്കറ്റിൽ നിന്ന് അല്പം പണമെടുത്തുകൊണ്ട് ഞങ്ങൾ ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ പടം അതിവിടെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു ആളുകളുടെ മുന്നിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ആ ഫ്ലെക്സ് ബോർഡുകൾ ഊരിക്കൊണ്ടു പോകാനുള്ള ധൈര്യം ഏതെങ്കിലും ഒരു സാധാരണ കോർപ്പറേഷനിലകത്തെ തൊഴിലാളിക്കുണ്ടാകുമോ? ഞങ്ങൾക്കറിയാം. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളാണ് ഈ തൃശൂരിലെ അധികാരികൾക്ക് ഫോൺ ചെയ്തത്. നിങ്ങൾക്കാണ് സഹിക്കാത്തത്. കാരണം എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് സഹിക്കുന്നില്ല ശ്രീമാൻ നരേന്ദ്രമോദിയുടെ വരവ്. ആ വരവ് ഒരൊന്നൊന്നര വരവാണ് പിണറായി. ഈ രാജ്യത്തിന്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള മുഖ്യമന്ത്രിമാർ അവരുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ ജനങ്ങളെ നോക്കി സംരക്ഷിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോ നിങ്ങൾ തീരുമാനമെടുത്തത് നിങ്ങളുടെ മകളെയും മകനെയും എപ്പോഴും ആലോചിച്ചുകൊണ്ട് അവരെ സ്വർണമഞ്ചത്തിൽ കിടത്തി ആട്ടിയുറക്കാനാണ്. ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഫ്ലെക്സ് ബോർഡ് അയച്ചാൽ, അദ്ദേഹം വരുന്ന വരവിൽ ആ ബോർഡുകൾ നിങ്ങൾ നീക്കം ചെയ്താൽ, ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ അമ്മമാരുടെ, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഹൃദയത്തിൽ വെച്ച നരേന്ദ്രമോദിയെ മാറ്റാൻ പിണറായി വിജയനല്ല ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ അമ്മമാരുടെ ജനക്കൂട്ടം ഈ പ്രദേശത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഒരു പ്രമുഖൻ അത്താഴ വിരുന്ന് വിളിച്ചു. ആ അത്താഴ വിരുന്നിലേക്ക് ചിലരൊക്കെ പോയി. 4 വോട്ട് കിട്ടുമെന്ന് കരുതിയിട്ടാണ് പ്രമുഖൻ അത്താഴ വിരുന്ന് വിളിച്ചത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോ എന്തേ പിണറായി പ്രമുഖന്റെ പേര് പറയാത്തത്? ആരാണ് പ്രമുഖൻ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്രിസ്മസ് ദിവസം ഇവിടത്തെ ക്രിസ്ത്യൻ സഹോദരന്മാരെ കാണാൻ ആഗ്രഹിക്കുകയും അവരെ നെഞ്ചോട് ചേർക്കുകയും അവരെ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രമുഖന്റെ പേര് പറയാൻ പിണറായി വിജയന് കാൽമുട്ടുകൾ കൂട്ടിയിടിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ അമ്മമാർ നിങ്ങളോട് ചോദിക്കുകയാണ്. ആ പ്രമുഖനുണ്ടല്ലോ പിണറായി, ആ പ്രമുഖൻ സ്വർണ്ണ കച്ചവടത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല. ആ പ്രമുഖൻ ഏതെങ്കിലും ഭൂമി കയ്യേറിയിട്ടില്ല. ആ പ്രമുഖനുണ്ടല്ലോ തന്റെ കുടുംബാംഗങ്ങളെ വിളിച്ചു വരുത്തി പാർലമെന്റ് കാണിക്കാൻ കൊണ്ടുപോയില്ല. ഉണ്ടായിരുന്നല്ലോ ഇവിടെയും മുഖ്യമന്ത്രിമാർ. നിങ്ങളെപ്പോലെ യാത്ര ചെയ്യുമ്പോൾ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഉണ്ടായിരുന്നു, AK എറം ബാലകൃഷ്ണൻ നായനാർ ഉണ്ടായിരുന്നു, എത്രയോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിരുന്നു. താങ്കൾ യാത്ര ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണം കട്ടെടുത്ത് മുടിച്ച് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും പിന്നെ മകളും മകളുടെ കൊച്ചുമോനും ചേർന്ന് നിങ്ങൾ അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് യാത്ര നടത്തിയപ്പോ അവിടെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ നിങ്ങളുടെ മുഖത്ത് കൈ ചൂണ്ടിയത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ചോദിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്, എവിടെ ഞങ്ങളുടെ പെൻഷൻ? എവിടെയാണ് ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം? എവിടെയാണ് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയുടെ സുരക്ഷിതത്വമുള്ളത്? എവിടെയാണ് ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കുന്നത്? ഈ ചോദ്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിൽ ആബാലവൃദ്ധം വരുന്ന സമൂഹം ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ, നിങ്ങൾ ഭാര്യയെ കൊണ്ടുപോയിക്കോ, സാരി ഉടുപ്പിക്കണ്ട, നിങ്ങൾ ജീൻസും ബനിയനും ഒക്കെ വാങ്ങിക്കോ, പക്ഷെ വാങ്ങുന്ന ഓരോ പാന്റും കേരളത്തിലെ എന്റെയും ഈ ഇരിക്കുന്ന അമ്മമാരുടെയും കേരളത്തിലെ ജനങ്ങളുടെ കുട്ടികൾക്ക് കഞ്ഞി കുടിക്കാനുള്ള പണം നിങ്ങൾ കട്ടെടുത്തുകൊണ്ടാണ് നിങ്ങളുടെ ഉല്ലാസ യാത്രകൾ നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിനുത്തരം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ കേരളത്തിലെ നവകേരള സദസ് എന്ന പേരില് ഒരു ബസ്സുമായിട്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി യാത്ര ചെയ്തിട്ട്
ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ മകളുടെ കയ്യിൽ നിന്നോ മകന്റെ കയ്യിൽ നിന്നോ ഒരു പരാതി നിങ്ങൾ അവരുടെ വിരലുകൾ സ്പർശിച്ചുകൊണ്ട് ഒരു പരാതി വാങ്ങാൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ശ്രീമാൻ നരേന്ദ്രമോദി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. അയോധ്യയിലെ യാത്ര, ആ യാത്രക്കിടയിലാണ് പ്രിയപ്പെട്ടവരെ 10 ലക്ഷം ഉജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തതിന് ശേഷം 10 കോടി, ആ 10 കോടി ഗ്യാസ് കണക്ഷന്റെ 10 കോടിയുടെ അവസാനത്തെ വ്യക്തിയുടെ വീട്ടിലേക്കാണ് ശ്രീമാൻ നരേന്ദ്രമോദി കടന്നു ചെന്നത്. ആ അമ്മയെ കണ്ടു, ആ അമ്മയുടെ കൈ പിടിച്ചു, ആ അമ്മ കൊടുത്ത ചായ കുടിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടില്ലേ? അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി എന്നാൽ കേരളത്തിന്റെ പിണറായി വിജയനോ? നിങ്ങൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ കുടിലിലേക്ക് കയറി ചൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. സാധിച്ചാൽ വലിയ പ്രശ്നമാവും. കാരണം എന്താണെന്ന് അറിയുമോ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നരേന്ദ്രമോദിയെ കാണുമ്പോൾ തോന്നുന്നത് മുത്തച്ഛനാണ് എന്നാണ്, അല്ലെങ്കിൽ അച്ഛനാണ് എന്നാണ്. എന്നാൽ ശ്രീമാൻ പിണറായി വിജയനെ കാണുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവന്റെ നിയന്ത്രണം വിട്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇയാൾക്ക് കൊട്ടേഷൻ ഞാൻ കൊടുക്കും എന്ന് പറയുന്ന നാടായിട്ട് ഈ കേരളത്തെ മാറ്റിയില്ലേ മിസ്റ്റർ പിണറായി? നിങ്ങൾ കുട്ടികളുടെ അച്ഛനാകണ്ടേ? നിങ്ങൾ കുട്ടികളുടെ മുത്തച്ഛനാകണ്ടേ? നിങ്ങൾ ഇവിടുത്തെ സ്ത്രീകൾക്ക് കരുതലാകണ്ടേ, തണലാകണ്ടേ? അതിനല്ലേ ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ കയറിയതിനു ശേഷം നിങ്ങൾ മാർക്സിസ്റ്റുകാരുടെ മാത്രം മുഖ്യമന്ത്രിയായി? ഞങ്ങൾ യുവമോർച്ചയുടെ പ്രവർത്തകന്മാർ നവകേരള ബസിന്റെ മുന്നിലേക്ക് പോയപ്പോ എന്തായിരുന്നു കേരളം കണ്ടത് എന്ന് എന്റെ അമ്മമാർക്കറിയാമല്ലോ. ഒരു ഗൺമാനും വന്നില്ലല്ലോ നെഞ്ചു വിരിച്ചുകൊണ്ട് യുവമോർച്ചക്കാരനെ തള്ളാൻ. ഒരു ഗൺമാനും വന്നില്ല, ഒരു ഗുണ്ടകളും വന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ കേരളത്തിന്റെ അവസ്ഥ? ഈ കേരളം എന്ന് പറയുന്നത് ഇന്ന് ഡിവൈഎഫ്ഐക്കാരൻ ചാലക്കുടിയില് പോലീസ് ജീപ്പ് അടിച്ചു പൊളിക്കുന്നു. എല്ലാ പോലീസുകാരെയും ഞങ്ങൾ കുറ്റം പറയുന്നില്ല. നല്ലവരായ പോലീസുകാരുണ്ട്, അതിശക്തന്മാരായ പോലീസുകാരുണ്ട്. പക്ഷേ അതിശക്തന്മാരായ പോലീസുകാർ, നല്ലവരായ പോലീസുകാർ, ആ പോലീസുകാരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചങ്ങലക്കകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞു പോയിട്ടുള്ളത്.